ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി താരം സുതിമോളെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് നല്ല പരിചയമാണ്. ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചുള്ള ജീവിതമാണ് സുതിമോളുടേത്. കയറിക്കിടക്കാൻ ഒരു വീട് സ്വന്തമായില്ല സുതിമോൾക്ക്. അടുത്തിടെ ആരാധകർ എല്ലാവരും കൂടി കൈകോർത്തുകൊണ്ടാണ് സുതിമോളുടെ വീടെന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത്. സുതിക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തിയെങ്കിലും ചില നെഗറ്റീവ് കമന്റ്സ് തന്നെ വേദനിപ്പിച്ചു എന്ന് താരം തുറന്നു പറഞ്ഞിരുന്നു. ആരാധകർ നൽകിയ സ്നേഹവും സഹായവും കൊണ്ട് മുന്നോട്ടു പോകുന്നതിന്റെ ഇടയിലാണ് താരത്തിനൊരു അപകടം പറ്റിയത്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി താരം സുതിമോളെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് നല്ല പരിചയമാണ്. ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചുള്ള ജീവിതമാണ് സുതിമോളുടേത്. കയറിക്കിടക്കാൻ ഒരു വീട് സ്വന്തമായില്ല സുതിമോൾക്ക്. അടുത്തിടെ ആരാധകർ എല്ലാവരും കൂടി കൈകോർത്തുകൊണ്ടാണ് സുതിമോളുടെ വീടെന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത്. സുതിക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തിയെങ്കിലും ചില നെഗറ്റീവ് കമന്റ്സ് തന്നെ വേദനിപ്പിച്ചു എന്ന് താരം തുറന്നു പറഞ്ഞിരുന്നു. ആരാധകർ നൽകിയ സ്നേഹവും സഹായവും കൊണ്ട് മുന്നോട്ടു പോകുന്നതിന്റെ ഇടയിലാണ് താരത്തിനൊരു അപകടം പറ്റിയത്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ എത്തിയ താരത്തിന് നിരവധി അവസരങ്ങളാണ് പിന്നീട് ലഭിച്ചത്. മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ് സുതിമോള്. ഒരു ചെറ്റക്കുടലിൽ ജീവിച്ച സുതിമോള് ഇപ്പോൾ നല്ലൊരു ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അത് ആ താരത്തിന്റെ കഷ്ടപ്പാട് തന്നെയാണ്. ഒരു വീഡിയോ വൈറലായി മാറിയിരുന്നു ഇടയ്ക്ക്. കാർത്തിക് സൂര്യയെ വിളിച്ചിട്ട് ഹോട്ടലിലാണ്, പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് എത്ര വേണം, ഞാൻ എത്ര വേണമെങ്കിലും അയച്ചു തരാം എന്ന് പറയുന്ന കാർത്തിക് സൂര്യയുടെ ഒരു വീഡിയോ. കാർത്തിക് സൂര്യയെ പ്രാങ്ക് കോൾ ചെയ്യുകയാണ്. അപ്പോഴാണ് കാർത്തിക് സൂര്യ ചോദിക്കുന്നത് ചേച്ചിക്ക് എത്ര വേണമെന്ന്. അത്രയും ആ വീഡിയോ കണ്ട് കണ്ണീരണിയാത്ത മലയാളികളില്ല, കണ്ണ് നിറയാത്തവരില്ല. സന്തോഷം കൊണ്ടാണ് അതെല്ലാം. സുതിമോൾ എന്ന വ്യക്തി അവരുടെ നന്മ കൊണ്ടും അവരുടെ കർമ്മഫലം കൊണ്ടും എല്ലാം തന്നെയാണ് ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ കഷ്ടപ്പാടിൽ നിന്നൊക്കെ അവർക്ക് മുന്നോട്ട് വരാൻ സാധിച്ചത്. ഒരു ഗെയിമിൽ പങ്കെടുത്തപ്പോൾ അവർക്ക് എന്തോ ഒരു സമ്മാനം അടിച്ചു. എന്നാൽ അത് വീട്ടിൽ കൊണ്ട് പോകാമല്ലോ, തനിക്ക് സമ്മാനം അടിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സംഘാടകർ പറഞ്ഞത് അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും നോട്ട് മാത്രമാണ്, ആ കെട്ടിലെ ആദ്യത്തെയും അവസാനത്തെ നോട്ട് മാത്രമാണ് ഒറിജിനൽ, ബാക്കിയെല്ലാം പേപ്പർ ആണെന്നാണ്. എന്നാൽ 90 ദിവസത്തിന് ശേഷം തനിക്ക് ആ പണം കിട്ടിയെന്നും സുതിമോൾ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരിക്കൽ സുതിമോൾക്ക് പരിക്ക് പറ്റിയിരുന്നു. എഴുന്നേൽക്കാനാവാത്ത അവസ്ഥയിൽ കിടപ്പിലായി. കാല് തന്നെ നിലത്ത് വീണാണ് അപകടം സംഭവിച്ചത്. അടുത്തിടെയാണ് സുതിമോളുടെ ചാനലിന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു സുധി. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് താനെന്നും വേദന സഹിക്കാനാകുന്നില്ലെന്നും താരം പറഞ്ഞിരുന്നു. ഡിസ്ക് അകന്നു പോയെങ്കിലും സംസാരിക്കാൻ കഴിയുന്നിടത്തോളം വീഡിയോയുമായി എത്തുമെന്നാണ് സുതിമോൾ പറഞ്ഞത്. വേദന കുറയാനുള്ള ഇഞ്ചക്ഷൻ ചെയ്തുവെങ്കിലും വേദന മാറിയില്ല. ഒരുപാട് വിഷമമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. കമ്പത്തൊരു വൈദ്യരുണ്ട്, അവിടേക്ക് പോകാനുള്ള തീരുമാനത്തിൽ ആണിപ്പോൾ. കിടന്നുപോയവരെ എഴുന്നേൽപ്പിച്ചു നടത്തിയ ആളാണ്. അനുഭവസ്ഥരുടെ നിർദ്ദേശം കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അന്ന് സുതിമോൾ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് വീട് വെക്കാൻ സ്ഥലം നോക്കിയിരുന്നു. നല്ല സ്ഥലമായിരുന്നു, പക്ഷെ വില അല്പം കൂടി. 1 സെന്റിന് 2.25 ലക്ഷമാണ്. ചാനലിന്റെ വരുമാനമൊന്നും വന്നു തുടങ്ങിയില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥലം നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും കാശ് വേണമെന്നല്ല പറയുന്നത്. ചിലർ പങ്കിട്ട കമന്റുകൾ കാണുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. ഞാൻ കാശിന് വേണ്ടി മാത്രമല്ല നിങ്ങളോടെല്ലാം പറയുന്നത്. കടം വാങ്ങി സ്ഥലം വാങ്ങണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. അല്ലാതെ നിങ്ങളോട് ചോദിച്ചു വാങ്ങണമെന്ന് ചിന്തിച്ചതേയില്ല. യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു വീട് എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഒരു റാണി മാത്യു എന്നൊരാൾ ഇട്ട കമന്റ് എന്നെ ആകെ തളർത്തി. എന്നെക്കാളും മോശമായി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്, നാണമില്ല എന്നൊക്കെയാണ് ആ ലേഡി ചോദിച്ചത്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി വരികയാണ്, അപ്പോൾ വീട് എൻ്റെ ആവശ്യമാണെന്നും സുതിമോൾ പറയുന്നു. അപ്പൊ ഈ കേൾക്കാൻ നിർബന്ധമാണ് ഞാൻ ഒരു ചിരിച്ചത്. അല്ലാതെ എനിക്ക് താല്പര്യമേ ഇല്ല. കാരണം എനിക്ക് പേടിയാണ്. കാരണം എന്നാ ഞാൻ ആവശ്യത്തിൽ പറയണത്. അതെ, ടെൻഷൻ പുറത്ത് നിൽക്കുന്നവർക്ക് അത് അറിയാൻ പറ്റില്ല. നമ്മൾ ടി വിയിൽ വരുമ്പോ 4 മിറ്റാപ്പാണ് എന്തോ കിടന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. പക്ഷെ അത് പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു റിസ്ക് ഉണ്ടാവും. എനിക്ക് മനസ്സിലാവും അത്. എന്റെ അയ്യോ, അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ പുറമെ കാണുന്നവർക്ക് അതൊരിക്കലും മനസ്സിലാവില്ല. അവര് കമന്റൊക്കെ ബോറാണ്, എന്തെന്നാണ് ഈ കാണിക്കുന്നത്, എന്തെന്നാ കാണിക്കുന്നത് പറയാറുണ്ടോ? കമന്റ്സ്? എനിക്കല്ല, പൊതുവെ വരാറുണ്ട്. എനിക്ക് സ്കിറ്റ് ചെയ്യാൻ ഇപ്പൊ വന്നിട്ടുണ്ട് അങ്ങനത്തെ കമന്റ്. ആണോ? അങ്ങനെ വന്നിട്ടുണ്ട്. ബോറാണ്, നിർത്തിപ്പോടി, എങ്ങോട്ട് പോകാൻ. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് സെറ്റായി വന്നത്. ഞാൻ എവിടേക്കും പോയില്ലതല്ലേ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ രതീഷ് ചേട്ടനെ പോലുള്ള ഒരു ഭർത്താവ് ഉള്ളത്
ഒരു സ്ട്രെങ്ത് ആണല്ലേ, കാരണം രതീഷ് ചേട്ടൻ നിർബന്ധിച്ചില്ലെങ്കിൽ നമ്മളത് പോവില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ കഴിവ് എനിക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ചേട്ടായി നിർബന്ധിച്ചപ്പോ ഞാൻ പുറത്ത് ഞാൻ പോയിട്ട് 500-5000 രൂപ കിട്ടുവാടെ കിട്ടട്ടെ, ഞാൻ പോയില്ലെന്ന് ഓർത്ത് ഈ മനുഷ്യനൊരു വിഷമം ഉണ്ടാകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഈ മനുഷ്യന്റെ വിഷമത്തിന് വേണ്ടി ഞാൻ പോയതാ. ഈ അംഗനവാടിലൊക്കെ പിള്ളേരെ ആക്കാൻ പോകുമ്പോൾ ചേട്ടൻ അടിച്ച് അതിന്റെ അകത്തോട്ടൊക്കെ കൊണ്ടുപോയി. പക്ഷെ അവിടെ ചെന്ന് രഞ്ജി സാറിനെ വിളിച്ച് അടുത്തിരുത്തി പറഞ്ഞോന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എന്റെ അച്ഛൻ വണ്ടി വിളിക്കാൻ പോയ കഥ ആദ്യം അവിടെ പറയുന്നത്. അയ്യോ, അതൊക്കെ എന്റെ കണ്ടന്റ് ആയിരുന്നു. അത് ശരിക്കും നടന്നല്ലേ? അയ്യോ പിന്നല്ലാതെ കണ്ടന്റ് ആയിട്ട് ഞാൻ കണ്ടന്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു അത്. പക്ഷെ അവര് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പോലെയാണ് വന്നത്. അപ്പൊ സാർ ചോദിച്ചു സുധിമോളെ ഇത് അതായിരുന്നു ശരിക്കും കോമഡി. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു സുധിമോൾ ഇത് കേറുവോ, ഇത് ആൾക്കാർക്ക് ഫീൽ അല്ലേ തോന്നത്തുള്ളൂ, ഇതില് കോമഡി വർക്ക് ആകുമെന്ന് ചോദിച്ചു. അറിയില്ലല്ലോ വർക്ക് ആകുമെന്ന്, ഞാനിത് ആദ്യമായിട്ടല്ലേ വരുന്നത്. അതെന്താ അറിയോ രതീഷ്, അതെനിക്ക് തോന്നുന്നേ നമ്മള് ഒരു കാര്യം സംസാരിക്കുമ്പോ ഇപ്പൊ ചേച്ചി പറഞ്ഞ ആ കഥ ഞാൻ സംസാരിക്കുമ്പോ അത് ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ല എടുക്കുക. ചേച്ചിയുടെ സ്ലാങ് അതെങ്ങനെ, ഈ സ്ലാങ് ചേച്ചി ഇങ്ങനെ തന്നെയാണല്ലേ സംസാരിക്കുന്നത്? ഇത് ഏത് നാട്ടിലെ സ്ലാങ് ശരിക്കും? ഇങ്ങനെ ഒരു ചേർത്തലയാന്ന് പറയും, ആലപ്പുഴ ജില്ലയിലായിരുന്നു. അവിടെ ഇവിടെ വരുമ്പോ അവര് പറയും കോട്ടയംകാരായിരുന്നു. ഇത് രണ്ടും കെട്ടൊരു ഭാഷയുണ്ട്. ചേച്ചി പറഞ്ഞ ആ രീതി വെച്ചിട്ടാണ് അത് അത്രയും ഹിറ്റ് ആയത്. വണ്ടി വിളിച്ചു പോയി, പിന്നെ അവര് അങ്ങ് പോയി എന്ന് പറഞ്ഞത്. പക്ഷെ അത് റിയൽ ലൈഫില് അത് സംഭവം തമാശ രീതിയാണ്, സ്റ്റാൻഡപ്പ് കോമഡി ആണെങ്കിലും അത് റിയൽ ലൈഫില് വരുമ്പോ ഉള്ള ബുദ്ധിമുട്ട് അതാണല്ലോ അതിന്റെ വിജയം അല്ലേ? നമ്മള് പറയുന്നത് അതല്ലല്ലോ, അതാണ് കണ്ടന്റ് പറഞ്ഞപ്പോ അവര് സുധിമോള് കേൾക്കത്തില്ല, വേറെ നോക്കാം അങ്ങനെ പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പോട്ടെ സാരമില്ല, വേറെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കണ്ടാൻ സാധനങ്ങള്. രതീഷ് എന്നാണ് ഇതൊക്കെ ചേട്ടാടാണ് സ്റ്റാൻഡപ്പ് പഠിച്ചേക്കുന്നത് മൊത്തം. ഒറിജിനലായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ചേട്ടനാണ് ചേച്ചിക്ക് ഇങ്ങനെ ഞാൻ ഓരോ പോയത്രയൊക്കെ കാണിക്കും, ഇയാളത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു കാര്യം, രതീഷ് ചേട്ടൻ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും ഇപ്പൊ പറയാൻ പറ്റുമോ? നടക്കില്ല, എനിക്ക് പറഞ്ഞു തരാൻ അറിയുള്ളൂ. പറഞ്ഞത് ഞാൻ കാണിച്ച പ്രവൃത്തി ഇയാൾ നേരത്തെ കറക്റ്റ് ചെയ്ത് വെച്ചേക്കണ്ട, അതാണ് കൊണ്ടുപോയി പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ എല്ലാം ഓർത്തിരുന്നേച്ചി, എന്തൊക്കെ മണ്ടത്തരം കാണിക്കണ എല്ലാം ഇയാളത് ഓർത്തിരുന്നേച്ചി. അത് കൊണ്ട് സ്റ്റാൻഡപ്പ് ചെയ്തോണ്ട് എനിക്കിപ്പോ പുറത്തിറങ്ങാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയില് ആൾക്കാർ ശരിക്കും കളിയാക്കാറില്ല. ചില മറ്റേ രണ്ടാമത്തെ എപ്പിസോഡില് മറ്റേ ഇതായിരുന്നു, മറ്റേ ഞങ്ങള് ഞണ്ടിന്റെ കാര്യമാണോ? ഞണ്ടുണ്ട്, പിന്നെ മറ്റേ ഇവിടെയും പോയായിരുന്നു അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ പിള്ളേരുണ്ടല്ലോ, ഇവരെ എല്ലാത്തിനും കേട്ടണമെങ്കിൽ നല്ലൊരു എമൗണ്ടോ, എന്നെ ആകെ 600 രൂപ. അപ്പൊ തിരിച്ചു വരും ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാൻ ഞാൻ. അപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് നോക്കുമ്പോ ഓരോ റൈഡൊക്കെ ഉണ്ടോ, അതിനൊക്കെ ഭയങ്കര റേറ്റ്. അപ്പൊ ഞാൻ ചുമ്മാ വെറുതെ ചെന്ന് അതിനകത്ത് ചോദിച്ചു ചേട്ടാ ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോ അവർ 1700 രൂപ ചോദിച്ചു. അപ്പൊ നോക്ക് നമ്മുടെ പൈസ ഇല്ല. അപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോ ഈ സാധനം മോളേട്ടന്റെ അകത്തോട്ട് വരികയായി. അപ്പൊ ഇയാൾ ഒരു സാധനത്തേക്ക് അത് ഫ്രീ ആണെന്ന് പറഞ്ഞു. അറിയില്ല പിള്ളേരെ ദിവസം അതൊക്കെ ഞാനും ഇത് ആദ്യമായിട്ട് കാണാം. എനിക്കും അറിയില്ല ഇത് ഓടുന്ന നടയാണെന്നൊന്നും എനിക്കറിയില്ല. ആൾക്കാർക്ക് പോകാണെങ്കിൽ ഞാൻ എന്റെ വിചാരം ഇത് സാധനം കളിക്കുന്ന സാധനം എന്റെ ധാരണ. കാരണം ഒത്തിരി ആൾക്കാർ ഫ്രീ ആണ്. അവിടെ ചെന്ന് ഈ വർഷം ചാടി കയറി പിള്ളേരെല്ലാം കയറി. അപ്പൊ എനിക്ക് ഡൗട്ട് തോന്നി, ഞാൻ കയറിയില്ല എന്താണേലും. എന്തോ എനിക്ക് കയറാൻ തോന്നിയില്ല, കയറാൻ താരത്തര നിന്നു. അപ്പോഴാണ് ഈ മനുഷ്യൻ അങ്ങോട്ട് ഓടുന്നു, കൊച്ചുങ്ങളായിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറം വന്ന് ക്രോസ് ചെയ്ത് ഇത് ഇങ്ങോട്ട് വരുന്നു, ഭയങ്കര തുള്ളിക്കളി. ആ സമയത്ത് മുണ്ടുകൊടുത്തൊക്കെ പറഞ്ഞു പോയത്. ഞാനും എറണാകുളത്തോട്ട് പണിക്കണ. അപ്പൊ ഈ ബ്ലോക്കിൽ വന്ന് നിന്നപ്പോ എന്നെ ആ പേരാ വിളിക്കണം, വെട്ടിൽ രതീഷ് എന്ന് വിളിച്ചപ്പോ ഞാനായ ആരാണ് എന്നെ ഇത് പറഞ്ഞു. ഞാൻ ഹെൽമെറ്റ് ആയപ്പോ തന്നെ മറ്റേ ചെയ്യല്ലേ. അതുപോലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെയും തിരിച്ചറിയുന്നുണ്ട്. ചേട്ടൻ ജോലിക്കൊക്കെ പോകുമ്പോഴെല്ലാം ചില സമയം ഞാൻ പനങ്ങാട് ഒരു ജോലിക്ക് പോയിട്ട് ആ വീട്ടുകാര് അപ്പുറത്തെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് വൈകിട്ട് ഞാൻ പണി നിർത്തുന്ന ടൈമില്ല, അന്നേരം ആൾക്കാരെ വിളിച്ചിട്ട് അവിടെ വന്ന് നിൽക്കണം എന്നെ കാണാൻ പറ്റും. ഞാനാകെ എന്തു പറയാനാ അവരോട് വണ്ടി എടുത്തിട്ട് ഞാൻ പോകുന്നു ഇങ്ങോട്ട്. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഷോയില് നമ്മളുടെ ഫാമിലിനെ എല്ലാവരെയും വിളിച്ചപ്പോ മഞ്ജു ചേച്ചി അന്ന് ചോദിച്ചു എത്ര മക്കളുണ്ട്? അപ്പൊ ചേച്ചി പറഞ്ഞു 2 മക്കള്. എന്നിട്ട് പിന്നെ പറഞ്ഞു ഒരെണ്ണുണ്ട്, അത് അറിയാതെ ഫസ്റ്റ് എപ്പിസോഡാ. വീട്ടിൽ ആരൊക്കെ ഉണ്ടോന്ന് ആദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ ഞങ്ങള് ആ ചേട്ടായി മാത്രമുള്ള ആളായിട്ട് വീട്ടിൽ നിന്നൊക്കെ എത്ര മക്കളുണ്ടെന്ന് ഇപ്പൊ പേര് പറഞ്ഞ് അമീഷ അനീഷ 2 മക്കളായിരുന്നു. അതുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാതെ ഉണ്ടായിരുന്നു. അറിയാതൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്.
അതിനാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അത് പറഞ്ഞിട്ട് പോയാൽ മതി. അതെ, അത് പക്ഷെ തമാശ രീതിയിൽ അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ 3 കുട്ടികളും ഹാപ്പി ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നല്ലേ. നിങ്ങളുടെ ലൈഫ് സ്റ്റോറി കണ്ടപ്പം സത്യമായിട്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം ആ സ്റ്റോറി നിങ്ങൾ പറയുന്നത് തമാശക്കായിരിക്കും, പക്ഷെ ആ സ്റ്റോറിയുടെ വിഷ്വൽസ് മൊത്തം കാണിക്കുകയാണ്. നിങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം, ചേച്ചി തെങ്ങേ കയറുന്നത് വരെ ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ എപ്പിസോഡ് കണ്ട എല്ലാവരുടെയും തന്നെ മനസ്സിലൊരു വിങ്ങലായിരുന്നു. അവിടം തൊട്ടാണ് എനിക്ക് തോന്നുന്നത് സുധി ചേച്ചീനെ സ്വന്തം വീട്ടിലുള്ള ഒരാളായിട്ട് എടുത്തത്. അത്രയും കഷ്ടപ്പാടുന്ന് വന്നിട്ട് ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഇനി എവിടൊക്കെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി മാത്രമല്ല, നമ്മള് എവിടൊക്കെ പോയാലും നിങ്ങളെ തിരിച്ചറിയുന്നത് നിങ്ങൾ ഒരുപാട് പേര്. ആ ഒരു ചേഞ്ച് എങ്ങനെയാ നിങ്ങൾ കാണുന്നേ? അത്രയും വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പറയാനൊന്നുമില്ല എന്റെ പൊന്നെ, അതൊക്കെ വേറെ ഒരു ലെവല. ആണല്ലേ? ഐക്യദശമി കാണാൻ പോയി. നമ്മള് യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോയത്. പക്ഷെ ആൾക്കാരോടെ കയറി ബ്ലോക്കായി, വഴിയൊക്കെ ബ്ലോക്കായിട്ട് പോലീസുകാരൊക്കെ വഴക്കിട്ട് നിങ്ങൾ സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ വെറുതെ നടക്കാറുണ്ട്. സെലിബ്രിറ്റി ഞാൻ, എനിക്കാണ് നാണം വന്ന് സെലിബ്രിറ്റിയാണ് ഞാൻ പോലും അറിയാതെ സെലിബ്രിറ്റി ആയിരുന്നു. അത് തന്നെ, ഞാൻ പോലും അറിയാതെ സെലിബ്രിറ്റി ആയി ഇപ്പൊ നിങ്ങള്. കാരണം ആ ഒരു കഷ്ടപ്പാട് നമ്മളും കണ്ടതാണ്. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്, വെറുതെ ഒരു ദിവസം കൊണ്ട് എത്തിയതല്ല. കഷ്ടപ്പാട് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കേട്ടോ. എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. ഈ ഉള്ളവരുടെ പണിയൊക്കെ എടുക്കുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. എല്ലാരും ചോദിക്കും എന്തിനാ സുമതി തെങ്ങ കയറുന്നത്, ഹോട്ടലിലൊക്കെ പണിക്ക് പോകണം, പക്ഷെ ജീവിക്കണം, എല്ലാവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നൊരു തൻ്റെയുടെ വാശി എനിക്ക് ഉള്ളിനുള്ളിലുണ്ടായിരുന്നു. ലക്ഷ്യം ഉണ്ടായിരുന്നു എവിടെയൊക്കെ എത്തിക്കണം എന്ന്. പക്ഷെ ഇത് ഈ വഴിയാണെന്ന് അറിയത്തില്ലായിരുന്നു മാത്രമേ ഉള്ളൂ. TV കാണാൻ കുട്ടികളെ എടുത്താറില്ലായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ഞാൻ എപ്പോഴും ഓർക്കും ഇതിന്റെ വല്ല 4ന്റെ പ്രശ്നമാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ജനിച്ച കാലം മൂലം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആകെ സന്തോഷം എന്ന് വെച്ചാൽ ഈ മനുഷ്യന്റെ കൂടെ വന്നപ്പോഴാണ് സന്തോഷം. എന്താന്ന് ഈ മനുഷ്യന്റെ കാര്യം പറഞ്ഞപ്പോഴാ 16ാമത്തെ വയസ്സിൽ ചേട്ടന്റെ കൂടെ വന്നതാണ് സുധി ചേച്ചി അല്ലേ? അതെ, പക്ഷെ പൊക്കം കൂടുതലായിരുന്നു എന്നൊക്കെ വിചാരിച്ചായിരുന്നല്ലേ ആദ്യം? പൊക്കം കുറച്ചുണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ? വിചാരിച്ചല്ല, അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. ഫോണിൽ കൂടെ ആണല്ലോ. അപ്പൊ പുള്ളി ഇങ്ങനെ ചോദിച്ചപ്പോ നമ്മ ഇച്ചിരി ഹൈറ്റിൽ നിൽക്കണ്ടേ പറഞ്ഞു. എനിക്ക് ഇഷ്ടമായിരുന്നു ഭയങ്കര ഹൈറ്റ് ഉള്ള ആളെ, ഹൈറ്റും വെയിറ്റും ഒക്കെ ആളായിരുന്നു ഭയങ്കര ഇഷ്ടം. ഞാൻ ആദ്യം പറഞ്ഞ കുരങ്ങോലിരുന്നാലും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എനിക്ക് പൊക്കം മസ്റ്റ് ആണെന്ന്. ഹൈറ്റ് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ ഫോണിൽ കൂടെ ആളെ പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ചിങ്ങനെ എന്തോരം പൊക്കം ഉണ്ടെന്ന്. അപ്പൊ ചേട്ടായി പറഞ്ഞ് 5 അടി 8 ഇഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ അവന് കൂടെ നിൽക്കുന്ന ആളോട് ചോദിച്ചേട്ടാ ഇത് എന്തോരം ഉണ്ടോ 5 അടി 8 ഇഞ്ച്? അപ്പൊ അവൻ നല്ല അമിതാഭച്ചന്റെ ഒക്കെ പൊക്കം ഉണ്ടോ, അത്ര ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിശ്വസിച്ചു. അതിലും ഞെട്ടിപ്പോയി. നമ്മള് സ്വപ്നത്തിൽ കണ്ടതിന്റെ 1/4 ഭയങ്കര. അതെ, പക്ഷെ രതീഷേട്ടൻ എങ്ങനെയാണ് സുധി ചേച്ചിയാണ് എന്റെ വൈഫ് ആവേണ്ടത് എന്നുള്ള ഒരു ഇത് വന്നത് എങ്ങനെയായിരുന്നു? അല്ല, ഞാനിവിടെ നമ്മടെ ഏറ്റുമാനൂർ പള്ളി പണിയാകുമ്പോഴാണ് ആദ്യം കാണാം. അവിടെ ഞങ്ങൾക്ക് പെയിന്റിങ്ങിന് പണിക്ക് പോയത്. അവിടെ നമ്മുടെ കൂട്ടുകാരുടെ പണിയായിരുന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇയാളെ കാണുന്നത്. ഇയാളെ വലിയ മെന്നെയൊന്നുമില്ല ഞാൻ കാണാനെന്നാ. പിന്നെ നമ്മളതിനകത്ത് കയറി വിളിച്ച് അറ്റാക്ക് ചെയ്ത്. പിന്നെ നമ്മുടെ ജീവിതത്തില് ഇയാളായിരിക്കും ആ രീതിയിൽ ഞാൻ പിന്നെ അങ്ങോട്ട്, പിന്നെ ഇയാളെ ഞാൻ വിളിച്ച് ഇവിടെ വരുത്തിയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയതല്ല.